വേഗം വരുന്ന നമ്മളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. തിമോത്തിയോസിൻ്റെ 1-ാം ലേഖനം 1-ാം അധ്യായം 15-ാമത്തെ വാക്യം പൗലോസ് പറയുന്നത് ഇപ്രകാരമാണ്: ക്രിസ്തു യേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ. മാനവരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള പദ്ധതി തയ്യാറാക്കി പിതാവായ ദൈവമാണ് തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത്. നമ്മോടുള്ള സ്നേഹം നിമിത്തമാണ് പിതാവ് പുത്രനെ ലോകത്തിലേക്ക് അയച്ചത്. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവന് നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. യോഹന്നാൻ 3:16. ഭൂമിയിലേക്കുള്ള യേശുവിൻ്റെ വരവിന് ചില ഉദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു. 1. പിതാവിൻ്റെ ഇഷ്ടം നിവർത്തിക്കുക. യോഹന്നാൻ 6:38 വാക്യം. പിതാവിൻ്റെ ഇഷ്ടം പാപത്തിൽ വീണ്ടുപോയ മനുഷ്യനെ വീണ്ടെടുക്കുന്നതിനായി ക്രൂശിൽ യേശു യാഗമാകുക എന്നതായിരുന്നു. യേശു പറയുന്നത്, ഞാൻ എൻ്റെ ഇഷ്ടമല്ല, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം ചെയ്യുവാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നു. ഗെത്സമനെ തോട്ടത്തിൽ വെച്ച് യേശു പ്രാർത്ഥിക്കുന്നത്, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല, നിൻ്റെ ഇഷ്ടം തന്നെ ആകട്ടെ. ലൂക്കോസ് 22:42. മഹാപുരോഹിത പ്രാർത്ഥനയിൽ യേശു പ്രാർത്ഥിക്കുന്നത്, നീ എനിക്ക് തന്ന പ്രവൃത്തി തികച്ചിരിക്കുന്നു. യോഹന്നാൻ 17:4. ക്രൂശിലെ പരമയാഗത്തിൽ കൂടി പിതാവ് തന്നെ ഏൽപ്പിച്ച വേല യേശു പൂർത്തീകരിച്ചു. 2. പിതാവിൻ്റെ അടുക്കലേക്കുള്ള വഴി കാണിച്ചു കൊടുക്കുക. യേശു തൻ്റെ ശിഷ്യന്മാർക്ക് നൽകിയ വിടവാങ്ങൽ സന്ദേശമാണ് യോഹന്നാൻ 14-ാം അധ്യായം. ഈ സന്ദേശത്തിൽ ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു, ഞാൻ പോകുന്നിടത്തേക്കുള്ള വഴി നിങ്ങൾക്ക് അറിയാം. യോഹന്നാൻ 14:3-4 വാക്യങ്ങൾ. ഇത് കേട്ട് തോമസ് പറഞ്ഞു, കർത്താവേ, നീ എവിടെ പോകുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നില്ല, പിന്നെ വഴി എങ്ങനെ അറിയും? ഇതിന് കർത്താവ് നൽകിയ മറുപടി, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു. 14:6 വാക്യം. യേശു പറയുന്നത്, ഞാൻ തന്നെയാണ് വഴി, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. യേശു ആകുന്ന വഴിയിൽ കൂടിയല്ലാതെ ആർക്കും പിതാവായ ദൈവത്തിൻ്റെ അടുക്കൽ എത്തിച്ചേരുവാൻ കഴിയില്ല. പിതാവിൻ്റെ അടുക്കിലേക്ക് നമ്മെ എത്തിക്കുവാൻ ഒരുക്കിയ പുതിയ വഴിയാണ് ക്രൂശ്. ക്രൂശിൽ തൻ്റെ രക്തം ഒഴുക്കിയാണ് കർത്താവ് ഈ പുതുവഴി തുറന്നത്. ക്രിസ്തു തുറന്ന ഈ പുതുവഴിയിൽ കൂടി യാത്ര ചെയ്യുന്ന ആർക്കും പിതാവിൻ്റെ അടുക്കൽ ചെന്നു ചേരുവാൻ കഴിയും. വളരെ തിരക്കേറിയ ലണ്ടൻ നഗരം. തിരക്കുകൾക്കിടയിൽ വീട്ടിലേക്കുള്ള വഴി തെറ്റിയ ഒരു ബാലൻ ഭയപ്പെട്ട് നിൽക്കുന്നു. ഈ ബാലനെ സഹായിക്കുന്നതിനായി ട്രാഫിക് പോലീസ് അടുത്തെത്തി. പല റോഡുകളുടെ പേരും നമ്പരും പറഞ്ഞിട്ടും അതൊന്നും തന്നെ തൻ്റെ ഭവനത്തിലേക്കുള്ള വഴി കണ്ടെത്തുവാൻ അവനെ സഹായിച്ചില്ല. അവസാനം പോലീസുകാരൻ കുട്ടിയെ എടുത്ത് ഉയർത്തി നഗരത്തിൽ ഉയർന്നു നിൽക്കുന്ന കത്തീഡ്രൽ ദേവാലയത്തിൻ്റെ കുരിശ് കാണിച്ചു. കുരിശ് കണ്ട ഉടൻ ബാലൻ പറഞ്ഞു, അങ്കിൾ, യു പ്ലീസ് ലീഡ് മീ ടു ദ ക്രോസ്, ഐ വിൽ ഫൈൻഡ് ഔട്ട് മൈ വേ. എന്നെ ആ കുരിശിൻ്റെ അടുക്കൽ കൊണ്ടുപോയാലും അവിടെ നിന്നും എൻ്റെ വീട്ടിലേക്കുള്ള വഴി കണ്ടെത്തിക്കൊള്ളാം. അതെ, ദൈവഭവനത്തിൽ എത്തിച്ചേരുവാനുള്ള ഒരേ ഒരു വഴി ക്രൂശ് മാത്രമാണ്. 3. രക്തം നൽകി വീണ്ടെടുത്ത തൻ്റെ മക്കൾക്ക് പാർക്കുവാനായി സ്ഥലമൊരുക്കുക. യോഹന്നാൻ 14:2 വാക്യം. യേശു ശിഷ്യന്മാരോട് പറഞ്ഞത്, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഈ ഭൂമിയിൽ പിതാവിൻ്റെ ഇഷ്ടം പൂർത്തീകരിച്ച് സ്വർഗത്തിലേക്ക് യേശു മടങ്ങിപ്പോയത് നമുക്ക് പാർക്കുവാനായി സ്ഥലം ഒരുക്കുന്നതിനാണ്. ഈ ഭൂമിയിൽ നാം പ്രവാസികളും പരദേശികളും ആണ്. 1 പത്രോസ് 2:11 വാക്യം. യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട നമ്മൾ ഇവിടെ പരദേശികളായി പാർക്കേണ്ടവരല്ല, നാം സ്വർഗീയ പൗരന്മാരാണ്. പിതാവായ ദൈവത്തോടുകൂടി പാർക്കേണ്ടവരാണ്. അതുകൊണ്ടാണ് യേശു സ്വർഗത്തിൽ നമുക്കായി സ്ഥലം ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. 4. യേശു ഒരുക്കിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്ത് നമ്മെ ചേർക്കുക. യോഹന്നാൻ 14:3 വാക്യം. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത്
നിങ്ങളും ഇരിക്കേണ്ടതിൽ പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്ത് കൊല്ലും. രക്തം നൽകി വീണ്ടെടുത്ത തൻ്റെ സഭയെ പിതാവിൻ്റെ അടുക്കൽ എത്തിക്കുകയാണ് പുത്രൻ്റെ ലക്ഷ്യം. അതിനായി അവൻ വീണ്ടും വരും. കർത്താവ് പറഞ്ഞത്, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. യോഹന്നാൻ 14:18 ഞാൻ പോവുകയും നിങ്ങളുടെ അടുക്കൽ മടങ്ങി വരികയും ചെയ്യും. യോഹന്നാൻ 14:28 കർത്താവ് നമ്മെ ചേർപ്പാനായി വീണ്ടും വരും. ഹല്ലേലൂയ. പുനരാഗമനത്തിൻ്റെ എല്ലാ ലക്ഷണങ്ങളും പൂർത്തീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. കർത്താവിൻ്റെ വരവിന് ഇനി അധികം താമസം ഇല്ല. നമുക്ക് വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്ത് എത്തിച്ചേരുന്നതിന് ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ, ക്രൂശിൽ കൂടി ഒരുക്കിയ പുതിയ വഴി. കർത്താവേ, നീ ഒരുക്കിയ പുതിയ വഴിയിൽ കൂടി യാത്ര ചെയ്ത് സ്വർഗീയഭവനത്തിൽ എത്തിച്ചേരുവാൻ എന്നെയും സഹായിക്കണമേ. ആമേൻ.